യൂണിയൻസ് ക്ലൈമറ്റ് ചേഞ്ച് മോണിറ്ററിംഗ് സർവീസ് അവരുടെ പ്രതിമാസ ബുള്ളറ്റിനിൽ പറഞ്ഞിരിക്കുന്നത് പ്രകാരം ഏറ്റവും ചൂടേറിയ കാലമായി കഴിഞ്ഞ ഏപ്രിൽ മാസം കണക്കാക്കപ്പെടുന്നു. കഴിഞ്ഞ ഒരു വർഷമായി ഓരോ മാസവും ലോകം ഓരോ പുതിയ താപനില റെക്കോർഡ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. 2023 ജൂൺ മുതലുള്ള ഓരോ മാസവും ഗ്രഹത്തിലെ ചൂട് കൂടിക്കൊണ്ടേയിരിക്കുന്നു. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത് കൂടുകയല്ലാതെ കുറയുന്നില്ലെന്നാണ് വിദഗ്ധർ നിരീക്ഷിക്കുന്നത്. കോപ്പർനിക്കസ് ക്ലൈമറ്റ് ചേഞ്ച് സർവീസ് പ്രകാരം ഭൂമിയുടെ ശരാശരി താപനില 12 മാസ കാലയളവിനുള്ളിൽ ഏപ്രിൽ തന്നെയാണ് ഉയർന്നതായി രേഖപ്പെടുത്തിയിട്ടുള്ളതെന്നും പറയുന്നുണ്ട്. 1850 മുതൽ 1900 വരെയുള്ള വ്യാവസായിക കാലഘട്ടത്തിലെ ശരാശരിയേക്കാൾ 1.61 ഡിഗ്രി സെൽഷ്യസ് കൂടുതലാണിത്. കോപ്പർനിക്കസ് ക്ലൈമറ്റ് ചേഞ്ച് സർവീസ് സൂക്ഷിച്ചുവരുന്ന ഡാറ്റാ സെറ്റിൽ 1940 മുതലുള്ള സൂര്യതാപത്തിന്റെ വിവരങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട്. അതിനാൽ കണ്ടെത്തലുകൾ സാധൂകരിക്കുന്നതിനായി ശാസ്ത്രജ്ഞർ ഈ റെക്കോർഡ് ലഭ്യമായ മറ്റ് വിവരങ്ങളുമായി താരതമ്യം ചെയ്താണ് കഴിഞ്ഞ ഏപ്രിലിലാണ് ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുള്ളതിൽ വച്ച് ഏറ്റവും ചൂട് കൂടിയ സമയം എന്ന് സ്ഥാപിച്ചത്. അതേസമയം ഫോസിൽ ഇന്ധനങ്ങൾ കത്തിക്കുന്നതിൽ നിന്നുള്ള ഹരിതഗൃഹവാതക ഉദ്വമനമാണ് കാലാവസ്ഥാ വ്യതിയാനത്തിന് പിന്നിലെ പ്രധാന കുറ്റവാളിയായി ഗവേഷകർ ചൂണ്ടിക്കാട്ടുന്നത്. കൂടാതെ കിഴക്കൻ പസഫിക് സമുദ്രത്തിലെ ഉപരിതല ജലത്തെ ചൂടാക്കുകയും താപനില ഉയർത്തുകയും ചെയ്യുന്ന എൽ നിനോ എന്ന പ്രകൃതി പ്രതിഭാസവും സമീപ മാസങ്ങളിൽ കണ്ടിരുന്നു. ലോകം മുഴുവൻ ഇപ്പോൾ നേരിടുന്ന അതിരൂക്ഷമായ കാലാവസ്ഥാ വ്യതിയാനത്തിന് ഒരു മാറ്റമുണ്ടാകുമോ എന്ന ചോദ്യം പല ശാസ്ത്രജ്ഞരും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. AFP ഉദ്ധരിച്ച് കോപ്പർനിക്കസ് ക്ലൈമറ്റ് ചേഞ്ച് സർവീസ് സീനിയർ ക്ലൈമറ്റ് സയന്റിസ്റ്റ് ജൂലിയൻ നിക്കോളാസ് പറഞ്ഞു, കഴിഞ്ഞ മാസം ലോകത്തിന്റെ പല ഭാഗത്തുമുണ്ടായ പ്രകൃതി ദുരന്തങ്ങളുടെ അടിസ്ഥാന കാരണവും കാലാവസ്ഥാ വ്യതിയാനമാണെന്ന് ശാസ്ത്രജ്ഞർ ഇതിനകം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആയിരക്കണക്കിന് മരണങ്ങൾക്ക് സാധ്യതയുള്ള സഹേലിലെ ഉഷ്ണതരംഗവും ഇതിലുൾപ്പെടുന്നു. 2015 പാരീസ് ഉടമ്പടി പ്രകാരം ആഗോള താപനിലയുടെ വർധന 2 ഡിഗ്രി സെൽഷ്യസിൽ കഴിയുമെങ്കിൽ 1.5 ഡിഗ്രി സെൽഷ്യസിൽ താഴെയാക്കി നിർത്തണമെന്ന് നിശ്ചയിച്ചിരുന്നു. മാത്രമല്ല, പാരീസ് ഉച്ചകോടിയിൽ പെട്രോൾ, ഡീസൽ, ഗ്യാസ് തുടങ്ങിയ ഫോസിൽ ഇന്ധനങ്ങൾ ഉപയോഗിക്കുന്നത് ക്രമേണ നിർത്താമെന്നുള്ള ചർച്ചകളും രാജ്യങ്ങൾ മുന്നോട്ടുവച്ചതാണ്. ഇതിൽ തന്നെ ഇന്ത്യ ഫോസിൽ ഇന്ധനങ്ങളിലൂടെയല്ലാതെ 40% വൈദ്യുതി 2030 ആകുമ്പോഴേക്കും ഉൽപ്പാദിപ്പിക്കാമെന്നും കാർബൺ പുറത്തുവിടുന്ന അളവ് 2005 നിലയിൽ നിന്ന് 35% കുറയ്ക്കാമെന്നും കരാറിൽ ഉറപ്പു നൽകിയിരുന്നു. പക്ഷേ ഇപ്പോൾ ന്യൂകാസിൽ യൂണിവേഴ്സിറ്റിയിലെ കാലാവസ്ഥാ ശാസ്ത്രജ്ഞയായ ഹെയ്ലി ഫൗളർ പറയുന്നത്, നമ്മൾ ഇതിനകം പാരീസ് ഉടമ്പടി പ്രകാരം നിശ്ചയിച്ച ലക്ഷ്യത്തിലെത്തിച്ചേരാൻ കഴിയാതെ പരാജയപ്പെട്ടുവെന്നാണ്. സാങ്കേതികമായി പതിറ്റാണ്ടുകളായി ശരാശരി ആഗോള താപനില 1.5 ഡിഗ്രി സെൽഷ്യസ് എന്ന ലക്ഷ്യം നേടണമെന്നതിൽ നിന്ന് പിന്മാറിയിട്ടില്ലെങ്കിലും അവിടെ എത്തിച്ചേരുക എന്നത് ഇനി സംഭവിക്കാനിടയില്ല എന്നുകൂടി ശാസ്ത്രജ്ഞർ മുന്നറിയിപ്പ് നൽകുന്നു.